ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയൂല എന്നൊരു സംഭവത്തിലാണ് ചെയ്യുന്നത്. ഞാൻ പോയി ഇപ്പൊ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് സൂയിസൈഡ് ചെയ്തു, അത് തീർന്നു. ഇവര് സുഖമായിട്ട് അങ്ങ് ചെയ്യും. പക്ഷെ അത് പുറത്ത് 5-6 പേര് അറിഞ്ഞ് നാറുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അത് നല്ല കൊള്ളണം. ഒരു സമയത്ത് നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ഒരാളുടെ അടുത്ത് നമ്മൾ ആ സ്നേഹം കാണിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു പട്ടിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ ഡൗൺ ആയി പോയി നമ്മൾ നമ്മുടെ ലൈഫ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, ഓള ബന്ധുക്കാരും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എന്നെ പോയി എങ്ങനെ പോയാലും എന്നെ കാണും, എവിടെ പോയാലും എന്നെ കാണും. അതാണ് റിവെഞ്ച്. ലൈക്ക് ഇപ്പൊ അവര് നമ്മളെ കാണാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മളെ ഫേസ് കാണുന്നില്ല, നമ്മളൊരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്ന അവരെ അറിയുന്നില്ല, എനിക്ക് അവർ സ്മൂത്ത് ആയിട്ട് വെക്കണേ. പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരാൾ എത്തുന്നതിന്റെ വീഡിയോ കാണും, അവർക്ക് കൊള്ളും. മനസ്സിലായ? കാരണം അവര് ചെയ്തു വെക്കുന്ന കുറെ കാര്യം. ഞാൻ പറയാം, ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടെങ്കിൽ മ്യൂച്വലി അത് പറഞ്ഞ് അവനെ മനസ്സിലാക്കി അവൻ ഓക്കെ ആക്കി വെച്ചിട്ട് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പറ്റൂല്ലെങ്കിൽ അങ്ങ് നിർത്തിക്കളയണം. ഇത് കൊണ്ടുവന്ന് എല്ലാം അങ്ങോട്ട് എടുത്ത് പറക്കിയൊക്കെ വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വേറൊരാളിനെ കാണുമ്പോൾ എനിക്ക് പറ്റൂല, അത് ദൈവഹിതമല്ല. അപ്പൊ പ്രാർത്ഥന, അപ്പൊ ഇത് ഇത്രയും കാലത്തെ ദൈവമൊക്കെ വരും. അപ്പൊ ഈ റിലേഷൻ തുടങ്ങുമ്പോ ദൈവത്തോട് ചോദിച്ചിട്ടല്ല തുടങ്ങുന്നത്. ഈ ക്രിസ്ത്യൻസ് ആയിട്ട് അല്ല, ഞാൻ ഈ ഒരു സ്പെഷ്യൽ സമൂഹമായിട്ടൊക്കെ കുറച്ച് ഞാൻ ക്രിസ്ത്യനാണ്, ക്രിസ്ത്യനിലുള്ള ആൾക്കാർ. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ല തുടങ്ങണം. അത് ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇത് അവസാനമാകുമ്പോഴത്തേക്ക് ദൈവം ഇതല്ല, അത് വീട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, തിരുവനന്തപുരംകാരെ ഇഷ്ടമല്ല, തിരുവനന്തപുരംകാരെ ഇഷ്ടമല്ല, എന്റെ അമ്മേനെ ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാരുള്ളത് എനിക്ക് ട്രിവാൻഡ്രം ആൾക്കാരാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്നപ്പോ ആക്ച്വലി നല്ല സേഫ് ആയിരുന്നു. കൊച്ചിയിലായിരുന്നു വന്നപ്പോ എനിക്ക് കുറെ പ്രശ്നം ഇതുപോലെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആൾക്കാര് ട്രിവാൻഡ്രത്തുണ്ട്, അതെല്ലാം തെറ്റായിട്ടുള്ള ഒരു ധാരണയാണല്ലേ, നമുക്ക് അതൊന്നും പിടിക്കത്തില്ല. ട്രിവാൻഡ്രത്ത് പറയുന്നത് ട്രിവാൻഡ്രം ഒക്കെ നല്ല സെറ്റ് സ്ഥലമാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മള് എല്ലാം ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്നേഹം കാണണം. അവരെ ജാതി അങ്ങനെ നോക്കത്തില്ല. എല്ലാം ആറ്റൂർ പൊങ്കാലയ്ക്ക് പള്ളിയിൽ വരെ പള്ളിയുടെ ഫ്രണ്ടിൽ പൊങ്കാല ഇടുന്ന ആൾക്കാർ. മെയിൻ ആയിട്ട് ഈ കുറെ കോമഡി ഷോയിലുള്ള ആൾക്കാർ ഈ സ്ലാങ് ബേസ് ചെയ്തിട്ട് അത് ഈ പാറശാല സൈഡ്, നെയ്യാറ്റിങ്കര സൈഡൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ. ഞാൻ പാറശാലയാണ്. അല്ല ഔട്ടറുള്ള ആൾക്കാർ, ചില ആൾക്കാർ ഈ ബോർഡർ നിൽക്കുന്ന ആൾക്കാര് അവർക്ക് അവരുടെ സ്ലാങ് ആണ്, അതാണ് വ്യത്യാസപ്പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് കോമഡി ആർട്ടിസ്റ്റ് ഒക്കെ കളിയാക്കി തമാശയാക്കിയപ്പോ എല്ലാരും നമ്മൾ ആ രീതിയിൽ ഉള്ള ആൾക്കാർ ആ സ്ലാങ് ബേസ് ആണ് കളിയാക്കുന്നത്. തിരുവനന്തപുരം. പുള്ളിക്കാരി എവിടെ ഉള്ളായിരുന്നു? വയനാട്. ഞാൻ ഇതെന്നെ സത്യം എല്ലാം പറഞ്ഞു മിക്കവാറെല്ലാം ഫോട്ടോ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ഉള്ളിലുള്ള എല്ലാം ഇങ്ങനെ എടുക്കും.